ടോബി, എത്ര നാളായി ഇവരിവിടെ കോട്ടയത്തുണ്ട്? ഏത് തരത്തിലുള്ള ജോലികളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്? ഈ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പ്രതി ഈ പ്രദേശത്ത് ജോലി ചെയ്തു വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാര്യയും 2 കുട്ടികളും ഇവർക്കുണ്ട്. ഇവരിവിടെ ഒരു വീടെടുത്ത് താമസിച്ച് അവിടെ പല ജോലികളും ചെയ്തു വരികയായിരുന്നു ഈ നാട്ടിലെല്ലാം. അങ്ങനെയാണ് ഈ വീടിൻ്റെ പണി തീർന്നപ്പോൾ ഇതിൻ്റെ പുറവശത്തുള്ള മിറ്റം വൃത്തിയാക്കുന്നതിന് വേണ്ടി ഈ പ്രതിയെ വിളിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ദിവസം മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പ്രതി പറയുന്നത്. ാണ് ഈ സംഭവം നടന്നത് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇവിടുത്തെ നാട്ടുകാർക്കോ ഒന്നും തന്നെ അറിയില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രതി എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഭാഷ അറിയാത്തത് കൊണ്ട് തന്നെ ദ്വിഭാഷിയുടെ ഒരു സഹായത്തോടു കൂടിയാണ് പോലീസ് ആ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അതിനുശേഷം തലക്കടിച്ചു എന്നുള്ളൊരു ആണ് പ്രതി പറയുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ പ്രദേശത്ത് ഉള്ളയാളാണെങ്കിലും ഇവിടെയുള്ള നാട്ടുകാർക്കൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും ഈ പ്രതിയെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ ജോലി ചെയ്ത് പോകുന്ന ഒരു വ്യക്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഈ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടോ എന്നൊരു സംശയം ഈ പ്രതിക്കുണ്ടായിരുന്നു. അതിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ മുൻപും നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചത്. അതേ തുടർന്നുണ്ടായ ആ വൈരാഗ്യവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ്. പോലീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കാര്യങ്ങളിലുള്ള വിശദീകരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളൊരു നീക്കം ഈ പ്രതിയെ ചോദ്യം ചെയ്ത ഭാഷ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ പ്രതിയുടെ പെരുമാറ്റം തന്നെയാണ് ഈ കേസ് തെളിയുന്നതിൽ നിർണായകമായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സംഭവത്തിന് ശേഷം സ്വന്തം ഭാര്യയെ കാണുന്നില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഈ പ്രതിയുടെ ഇതര സംസ്ഥാനക്കാരന്റെ പെരുമാറ്റങ്ങൾ, രക്ഷപ്പെടാനുള്ള നീക്കം, ഇതൊക്കെ തന്നെയായിരുന്നു സംശയത്തിനിടയാക്കിയത്. അങ്ങനെ കൃത്യമായി പോലീസിന് സംശയം തോന്നിയ പോലീസ് ഇയാളെ ട്രാക്ക് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. തുടർന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇന്നലെ രാത്രിയിലൊക്കെ നടന്നത്. ആദ്യമേ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് കൂടുതൽ വിശദമായിട്ട് തന്നെയുള്ള ചോദ്യം ചെയ്യലിൽ ഈ കാര്യങ്ങളെല്ലാം പ്രതി സമ്മതിക്കുകയായിരുന്നു. എന്തായാലും ഭാര്യ ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇതിന് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഇവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. കുട്ടികൾ ഇപ്പോൾ എവിടെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.